കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ റീഹാബിലിറ്റേഷൻ സെന്റർ 24ാം ഡിവിഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ ഷൈല തദേവൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കെ.എ. അൻസിയ മുഖ്യപ്രഭാഷണം നടത്തി. 2024-25 വർഷത്തെ ജനകീയാസൂത്രണ ഫണ്ടും തനത് ഫണ്ടും ഉപയോഗിച്ചാണ് സെന്റർ നിർമ്മിച്ചത്. കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ 24ാം ഡിവിഷനിൽ കഴുത്തുമുട്ട് PHCക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. 2024-2025 വർഷത്തെ ജനകീയാസൂത്രണ ഫണ്ടും തനത് ഫണ്ടും ഉപയോഗിച്ചാണ് റീഹാബിലിറ്റേഷൻ സെന്റർ പണികഴിപ്പിച്ചത്. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഉപകരണങ്ങൾ, ക്ലാസ് റൂം, കിച്ചൺ, ടോയ്ലറ്റ്, എക്സർസൈസിനുള്ള ഉപകരണങ്ങൾ, ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ എന്നിവ സെന്ററിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ നമുക്ക് വിവരം വെക്കുന്നതോറും നമുക്ക് പലതരത്തിലുള്ള ഇങ്ങനത്തെ സ്വഭാവങ്ങൾ വരും. പക്ഷെ ഇതൊന്നുമില്ലാത്ത നിഷ്കളങ്കരായ കുട്ടികളാണ് അവർ. ഞാനൊരു മീറ്റിംഗ് നടത്തുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് യേശുദാസിന്റെ. ഞാൻ വിചാരിച്ചു ഈ പാട്ട് വച്ചേക്കുന്നതായിരിക്കും വിചാരിച്ചു. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ ഇവരൊക്കെ കൂടി നിന്ന് പാടുക. ഭയങ്കര പാട്ട്. ഒരാളുടെ ശാരീരം വളരെ രസകരമായ ഒരു ശാരീരം. അപ്പൊ അവർക്ക് പലർക്കും നന്നായിട്ട് പാടാൻ അറിയാം. അവർക്ക് പലർക്കും നമ്മളെക്കാൾ നന്നായിട്ട് പടം വരയ്ക്കാൻ എന്തെങ്കിലും കാലുകൊണ്ട് പടം വരയ്ക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തോന്നും അവർക്ക് ആണ് പ്രശ്നം എന്ന് തോന്നും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ CD വത്സലകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വളരെ സന്തോഷമാണ്. കൊച്ചി നഗരസഭ ഇതുപോലെ ഒത്തിരി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. 11-12ഓളം ഇതുപോലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ബഡ് സ്കൂൾ തുടങ്ങുന്നത്. ഡെപ്യൂട്ടി മേയർ കെ.എ. അൻസിയ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ പറഞ്ഞതുപോലെ ക്ഷേമകാര്യ കമ്മിറ്റി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടത്തി വരുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ കലോത്സവം, അതുപോലെ വയോജന കലോത്സവം, പകൽ വീടുകൾ, ഒട്ടനവധി കാര്യങ്ങൾ, വയോമിത്ര പദ്ധതി, അതിന്റെയൊക്കെ പ്രവർത്തകരാണ് ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഓരോ ആളുകളും. പക്ഷെ നമ്മളിപ്പോൾ ടർഫും അതുപോലെ നമ്മുടെ നഗരസഭയിൽ ആദ്യമായിട്ടുള്ള കബഡി കോട്ടൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ മേയർസ് പറഞ്ഞതുപോലെ ഒരു പുണ്യകരമായ പ്രവൃത്തിയാണ് ഇന്നിവിടെ നിറവേറ്റിയിരിക്കുന്നത്. ഡിവിഷൻ കൗൺസിലർ ഷൈല തദേവൂസ്, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ, ഷീബാലാൽ, ബാസ്റ്റിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.